അസ്സലാമു അലൈക്കും. പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു പാവയ്ക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ പാവയ്ക്ക വട്ടത്തിൽ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കുക. ഇതിലേക്കായിട്ട് കുറച്ച് മസാലപ്പൊടി ചേർക്കാനുണ്ട്. മസാലപ്പൊടി ചേർക്കുന്നതിന് വേണ്ടി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്കായി 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ, വളരെ കുറച്ച് മാത്രം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ പകുതി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില ഫ്രൈ ചെയ്ത് മാറ്റുക. ഈ ഓയിലിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച പാവയ്ക്കുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇടയിലേക്ക് മാറ്റി ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് ഇത് ക്രിസ്പി ആയിട്ട് മാറുന്നത്. മസാല തേച്ച് വെച്ച പാവയ്ക്കുണ്ടല്ലോ അത് കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒന്നിച്ചിട്ടാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം പൊരിച്ചു വെച്ച സവാള, കറിവേപ്പില, പച്ചമുളക് ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് നല്ലപോലെ കുടഞ്ഞ് ഉപയോഗിക്കുക.